ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് രേഖാചിത്രം എന്ന് പറഞ്ഞ മൂവി കാണാനാണ്, ഞാനും എൻ്റെ വൈഫും. ആക്ച്വലി ഇത് പോകാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ നല്ല റിവ്യൂ ആണെന്നാണ് ആസിഫ് അലിയും അതേപോലെ തന്നെ അനുശ്വരയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നാട്ടിലത്തെ റിവ്യൂ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലത്തെ റിവ്യൂ ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഖത്തറിലാണ്. അപ്പം ഇവിടെ ഒരു ദ മാൾ എന്ന് പറഞ്ഞിട്ടുള്ള മാളിൽ നല്ല ഒരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് പൊതുവേ ഞാൻ ഏഷ്യൻ ടൗണിലാണ് പൊതുവേ കാണാൻ പോവാറ്. പക്ഷേ ഇന്ന് കുറച്ചും കൂടി ഈസി ആൻഡ് കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ദ മാളിലുള്ള തിയേറ്ററിലാണ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം. ഫൈനലി നമ്മൾ ദ മാളിൽ എത്തിയിട്ടുണ്ട്. ഇനി ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. പൊതുവേ മലയാള മൂവിക്ക് ഈ ഭാഗത്ത് തിയേറ്റർ ഫുള്ളാവാറില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ചാൽ ടിക്കറ്റ് എടുത്തു. 11 മണിക്കാണ് ഷോ. ഇവിടുത്തെ 11 മണിയാണ്. ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒരു 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടുത്തെ 11 മണിക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു. തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ അത്ര ഭംഗിയുള്ള തിയേറ്ററൊന്നുമല്ല. ശോകമാണ്. സിനിമ നല്ലതായതുകൊണ്ട് മാത്രം കാണാൻ വന്നതാണ്. ലൈറ്റ്സിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടാവും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി ഇതിൻ്റെ പടം കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. അപ്പം